കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചക്ക മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ ചക്ക പൊളിക്കുന്നു, ഫ്രിഡ്ജിൽ വെക്കുന്നു, എല്ലാവരും ചക്ക എടുത്ത് തീർത്തതങ്ങ് ഫിനിഷ് ആക്കുന്നു കേട്ടോ. അപ്പോൾ എന്നും ഞാൻ വിചാരിക്കും ഒരു ചക്കയട ഉണ്ടാക്കണം ഇങ്ങനെ സാധനം, പക്ഷേ സംഭവം തീരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ചക്കയട ഉണ്ടാക്കാൻ ഒരു ഗ്യാപ്പേ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയതുകൊണ്ട് കനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും ആ ചക്കയെ തൊട്ടില്ല. വൈകിട്ട് ചക്ക അട ഉണ്ടാക്കാമെന്നിങ്ങനെ കരുതി അങ്ങനെ ഇരുന്നു കേട്ടോ. ഒരു 3 മണിയായപ്പോഴത്തേക്കും ചക്കയുടെ പരിപാടിയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് ഗോതമ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അട ഉണ്ടാക്കുന്ന വാഴയിലയും ഒക്കെ വെച്ചത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കനി വന്ന് പറഞ്ഞാൽ അമ്മ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മതിയെന്ന് കേട്ടോ. അങ്ങനെ അവൾ ചോറൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോയി കേട്ടോ. എന്തായാലും ഞാനും അതൊക്കെ ഒന്ന് വേവിക്കാനൊക്കെ വെച്ചിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഞാനും ഒന്ന് ഫ്രഷായി അമ്പലത്തിലൊന്ന് പോയി കേട്ടോ. ഇന്ന് മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു റിഫ്രഷിങ് ആണല്ലോ. മഴ സമയത്തൊക്കെ ഇങ്ങനെ പോവുക, പുറത്തിറങ്ങുക, തണുപ്പ്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കനിയും ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. ഇരുന്നപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് ചിരിക്കും. ഇന്ന് സ്ഥിരമുള്ള സംഭവമാണ്. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവളായി അവിടെ ടി വി ആയി, കാർട്ടൂണായി. പിന്നെ എന്തായാലും രാവിലെ പോകുന്ന കൊച്ചല്ലേ, കുറച്ച് നേരം ടി വി ഒക്കെ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് വിടും.